നമസ്കാരം. നാക്കിൻ്റെ കെട്ട്, അതായത് ടങ് ടൈ, അതാണ് ഇന്നത്തെ ടോപ്പിക്. ഈ ടങ് ടൈ എന്ന് പറയുന്നത് നാക്കിൻ്റെ സെൻട്രൽ താഴ്ഭാഗത്തിൻ്റെ നടുഭാഗത്ത് നിന്ന് മേളിൽ നിന്ന് ചിലപ്പോൾ അറ്റത്തുനിന്ന് തന്നെ മേളിൽ നിന്ന് താഴോട്ട് ഫ്ലോർ ഓഫ് ദ മൗത്ത് വളരെ താഴെ വരെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നം വരാം, അത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടങ് ടൈ എന്ന് പറയുന്നത് ഞാനൊരു പിക്ചർ കാണിക്കാം. അത് കാണിക്കുക തന്നെ മനസ്സിലാവും ഞാൻ എന്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ടങ് ടൈ. അപ്പോൾ അത് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഗ്രേഡ് 1 മുതൽ, അതായത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, കംപ്ലീറ്റ്, 4 ടൈപ്പ് ഉണ്ട്. അപ്പോൾ മൈൽഡ് ടൈപ്പ് ആകുമ്പം നമ്മൾ അറിയത്ത് പോലും ഇല്ല, കംപ്ലൈൻ്റ് ഒന്നും കാണത്തില്ല. പക്ഷേ മോഡറേറ്റും സിവിയറാണ് പ്രശ്നക്കാരൻ. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കൊച്ചുകുട്ടിക്ക്, ജനിക്കുന്ന കുട്ടിക്ക് ടങ് ടൈ മോഡറേറ്റ് ടു സിവിയർ ആണെങ്കിൽ മുലപ്പാൽ കുടിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് കുട്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും, അനങ്ങിക്കൊണ്ടിരിക്കും. ഫീഡിങ് കംപ്ലീറ്റ് ആവത്തില്ല, ഉറക്കം കംപ്ലീറ്റ് ആവത്തില്ല. പതുക്കെ പതുക്കെ വെയിറ്റ് ലോസ് പോലും ഉണ്ടാവും. അതല്ല, അതൊക്കെ നോർമൽ, എങ്ങനെയോ മാനേജ് ചെയ്ത് നോർമലായിട്ട് പോവുകയാണെങ്കിൽ കുട്ടി എപ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്നോ ആ സമയത്ത് ചില വാക്കുകൾ കിട്ടത്തില്ല. അപ്പോൾ ഏതൊക്കെ വാക്കുകൾ കിട്ടത്തില്ല എന്ന് ചോദിച്ചാൽ ടി, ഡി, എൻ, എൽ, ആർ, സെഡ്, നിങ്ങൾ ഈ വാക്കുകളൊന്ന് പറഞ്ഞു നോക്കി. അതായത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ വാക്കെന്ന്, അതൊന്ന് പറഞ്ഞു നോക്കി. അത് പറയുമ്പം നാക്കിൻ്റെ തുമ്പ് മേളിൽ തൊട്ടാൽ മാത്രമേ കറക്റ്റായിട്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കിട്ടത്തുള്ളൂ. പക്ഷേ ഈ പിടുത്തം മോഡറേറ്റ് ടു സിവിയർ കണ്ടീഷനിൽ നാക്കിൻ്റെ അറ്റം വരെ പിടുത്തമുള്ളതുകൊണ്ട്, നാക്ക് മേളിൽ തൊടാത്തതുകൊണ്ട് ഈ വേർഡ്സ് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ലയൺ, ഡിയർ, അത് എന്ന് പറഞ്ഞു പറയും. അപ്പം വീട്ടിൽ പഠിപ്പിക്കുന്ന അമ്മ പഠിപ്പിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മോന് ആ വേർഡ് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചറിനോ സ്കൂളിൽ നിന്നോ ആയിരിക്കും കംപ്ലൈൻറ്റ്, ആ വാക്കുകൾ കറക്റ്റായിട്ട് പറയുന്നില്ല. അപ്പം അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഒരു പീഡിയാട്രീഷ്യൻ വഴിയോ അവരില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ENT അടുത്ത് വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മോഡറേറ്റും സിവിയറും കണ്ടീഷനാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കണ്ടീഷൻസ് എല്ലാം. പേഷ്യൻറ്റ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നു. എക്സാമിൻ ചെയ്യുമ്പം വാ തുറന്ന് നാക്ക് കംപ്ലീറ്റ് ആയിട്ട് വെളിയിലിടാൻ പറയാം കുട്ടിയെടുത്ത്. അഥവാ അങ്ങനെ ചെയ്യുമ്പം, അഥവാ ഈ താഴത്തെ ചുണ്ടിൻ്റെ താഴത്തെ ബൗണ്ടറിയിൽ നിന്ന് വെളിയിലോട്ട് നല്ലപോലെ നാക്ക് നീളാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അതല്ല, നമ്മൾ ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്യാൻ പറയുമ്പം, നാക്ക് വെളിയിലിടാൻ പറയുമ്പം അത്ര പറ്റുന്നില്ല, ഈ ചുണ്ടിൻ്റെ അകത്ത് നിൽക്കുന്നത് മാത്രമല്ല അറ്റത്തൊരു ഹാർട്ട് ഷേപ്ഡ് പോലെ വരുന്നത്, ഒരു പിടുത്തം വരുന്നു, ഇത് ഈ പിക്ചറിൽ കാണുന്ന പോലെ. ഇത് കഴിഞ്ഞുടനെ നാക്ക് മുകളിലോട്ട് കാണിക്കാൻ പറയണം. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ആ ബാൻഡ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡയഗ്നോസിസ് ആയി. ഇതിൻ്റെ ഓപ്പറേഷൻ ചെയ്താലേ മാറത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം? ഒരു ടെസ്റ്റും ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ നേരത്തെ കുട്ടിയുടെ ഹിസ്റ്ററിയിൽ നേരത്തെ ചെറിയ മുറിവ് ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ബ്ലീഡ് ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. അഥവാ ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം കോയാഗുലേഷൻ പ്രൊഫൈൽ മാത്രം ചെയ്തേണ്ട ആവശ്യം വരുന്നത്. ഈ പ്രൊസീജിയർ, സർജറി 9 വയസ്സിൽ താഴെ ആണെങ്കിൽ OPD വെച്ച് ചെയ്യാനേ ഉള്ളൂ, അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് IV കാനുല പോലും ഇടേണ്ട ആവശ്യം വരുന്നില്ല. അതല്ല, 1 വയസ്സിൽ കൂടുതലാണെങ്കിൽ, നല്ല കോപ്പറേറ്റീവ് ചൈൽഡ് ആണെങ്കിലും OPD വെച്ച് ചെയ്യാനേ ഉള്ളൂ. ചെയ്ത് ഒരു അരമണിക്കൂറാകുമ്പം, ഒരു 15 മിനിറ്റോ അരമണിക്കൂറാകുമ്പം വീട്ടിൽ പോവുകയും ചെയ്യാം. അതല്ല, കുട്ടി ഡോക്ടറിൻ്റെ മുറിയിൽ പോലും കയറുന്നില്ല, അങ്ങനെ ഒരു കുട്ടി വാ തുറന്ന് ഇങ്ങനെ കാണിക്കും. പിന്നെ സിസർ കയ്യിലെടുക്കുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് കയ്യിലും ഭയങ്കരമായിട്ട് പേടിക്കും, കോപ്പറേറ്റീവ് ആയിരിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ചെറുതായിട്ടൊന്ന് മയക്കിയിട്ട് ആ പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ അരമണിക്കൂർ ഇല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് വീട്ടിൽ പോകും. കംപ്ലീറ്റ് ആയിട്ട് മയക്കത്തില്ല, കുറച്ച്
കുട്ടി സ്ലൈറ്റായിട്ട് അറിയുമെന്ന് ചോദിച്ചാൽ കണ്ണു തുറന്ന് കിടക്കും, പക്ഷെ കുട്ടിക്ക് അറിഞ്ഞൂടാ എന്താ നടക്കുന്നത്. ആ പ്രൊസീജിയർ കഴിഞ്ഞാൽ അരമണിക്കൂറാകുമ്പോൾ വീട്ടിൽ പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എങ്ങനെ OPD വെച്ച് എങ്ങനെ ചെയ്യുന്നത് എന്നൊരു വീഡിയോ കാണിക്കാം, അതൊന്ന് കണ്ടാട്ടെ. ഇതാണ് വീഡിയോ. ഈ കട്ട് നമ്മൾ ഇളക്കുക ചെയ്യുന്നത്. ശ്രദ്ധിക്കുകയാണെങ്കിൽ ബ്ലീഡിങ് ഒട്ടുമില്ല. നമ്മൾ സിസർ വെച്ചും ചെയ്യാം, മോണോപോളർ കോട്ടറി വെച്ച് ചെയ്യാം. ഇതാണ് എൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ തണുത്തത് ഐസ്ക്രീം കൊടുക്കും, തണുത്ത വെള്ളം കുടിക്കാം. ആ ദിവസം മൊത്തം. അടുത്ത ദിവസം മുതൽ നോർമൽ, എന്നാലും ഒരുപാട് ചൂട് വേണ്ട, എരിവുള്ളത് വേണ്ട. പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞ് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കണ്ടോണം. ആ സ്പീച്ച് തെറപ്പിസ്റ്റ് 5 സെഷൻ എടുക്കും, അതോടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. വീട്ടിൽ വെച്ച് ഈ 5 ദിവസം ചെയ്യാനുള്ള എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. ആ എക്സസൈസ് എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. എന്താണെന്ന് പറയുകയാണെങ്കിൽ വാ തുറന്ന് നാക്ക് കംപ്ലീറ്റ് ആയിട്ട് വെളിയിലിടണം. അങ്ങനെ 10 പ്രാവശ്യം. ഇനി മുകളിലോട്ട് 10 പ്രാവശ്യം, അത്രയേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോൾ വേദന പോലും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ 5-10 ദിവസം തിരിച്ചു വന്ന ഡോക്ടറിൻ്റെ റിവ്യൂയുടെ ആവശ്യം പോലും യൂഷ്വലി വരുന്നില്ല. പക്ഷെ 5 ദിവസം കഴിഞ്ഞ ഉടനെ നിങ്ങൾ സ്പീച്ച് തെറപ്പി സെഷന് പോകണം. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ദിവസം പല വാക്കുകളും വരാത്തതുകൊണ്ട് അത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ കാണുവാണെങ്കിൽ, ഓപ്പറേഷന് മുന്നേ കാണുവാണെങ്കിൽ കുട്ടി വെള്ളി തുറക്കാൻ പറ്റാതെ നാക്ക് മുകളിലോട്ട് കാണിക്കാൻ പോലും പറ്റുന്നില്ല. ഇതിൽ കറക്റ്റായിട്ട് നാക്ക് മുകളിലോട്ട് വരുന്നുണ്ട്, താഴത്തെ കെട്ട് ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇത് പ്രീ ഓപ്പറേറ്റീവും പോസ്റ്റ് ഓപ്പറേറ്റീവാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. കണ്ട, ഇത് പ്രീ ഓപ്പറേറ്റീവ് ആണേ, ഓപ്പറേഷന് മുന്നേ ഉള്ളതാണേ. ഇതാണ്ട അറ്റം കണ്ടല്ലേ, ആ ഒരു ഹാർട്ട് ഷേപ്പില് മേളിൽ കാണുമ്പോൾ ഒരു കെട്ട് കാണുന്ന കണ്ടില്ലേ, കെട്ട്. അതാണ് ഓപ്പറേഷന് മുന്നേ ഉള്ള കുട്ടി. ഇതാണ്ട കെട്ട് കണ്ട, തിക്കായിട്ട് കാണുന്ന കണ്ട. അതാണ് പ്രീ ഓപ്പറേഷന് മുന്നേയും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാൻ കാണിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ ടങ് ടൈ മാനേജ് ചെയ്യുന്നത്. സിമ്പിൾ പ്രൊസീജിയറാണ്. സർജറി പറഞ്ഞാൽ പോലും പേടിക്കാനുമില്ല. സർജറി എന്ന് വാക്ക് കേൾക്കുമ്പോൾ വലിയൊരു ഓപ്പറേഷൻ പോലെ അല്ല, ഒരു പ്രൊസീജിയർ എന്ന് വേണം പറയാൻ, അത്രയേ ഉള്ളൂ. നമസ്കാരം.